നമസ്കാരം. ഞാൻ രേണുക രവീന്ദ്രൻ. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഇന്നേക്ക് നമ്മൾ 3 മാസങ്ങളായിട്ട് നമ്മുടെ ഗീതാമൃതം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്. എല്ലാവരും വളരെ നല്ല അഭിപ്രായങ്ങളാണ് എന്നോട് പറയുന്നത്. ബോംബെ, ബാംഗ്ലൂര്, പിന്നെ ദുബായിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഓരോരുത്തർ സജഷൻസ് പറഞ്ഞു. ഇത് പറയുമ്പോൾ അത് പറയുമോ, എന്തെങ്കിലും കഥയുടെ കൂടെ തന്നെ എന്തെങ്കിലും നാമങ്ങൾ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പതുക്കെ പതുക്കെ ഞാൻ ഓരോന്നായിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻസ് ഇട്ട് പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയിട്ട് നമുക്ക് തുടങ്ങാം. ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് എന്തായിരുന്നു? ഭഗവാന്റെ കൂടെ ഇരിക്കുന്ന അർജുനൻ എന്താ പറഞ്ഞത്? ഭഗവാനെ, എൻ്റെ കയ്യിൽ നിന്ന് വലിയ വഴുതി പോകുന്നു അല്ലേ, ദേഹം ചുട്ടു നീറുന്നു, നേരെ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല കൃഷ്ണ എന്നുള്ള ആ 30ാമത്തെ ശ്ലോകമാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് തുടങ്ങേണ്ടത് 31ാമത്തെ ശ്ലോകമാണ്. എല്ലാവരും ഓണാഘോഷം കഴിഞ്ഞ് അല്ലേ, ഈ ഓണത്തിന്റെ ആ ഒരു ആലസ്യമൊക്കെ കഴിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് 31ാമത്തെ ശ്ലോകത്തോടു കൂടി തുടങ്ങാം. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുരൂപസ്യാമി ഹത്വാ സ്വജനമാഹവേ. എന്താണ്? അർജുനൻ പരിതപിച്ചുകൊണ്ട് പിന്നെയും ഇരിക്കുകയാണ്. കാരണം എന്താ? അർജുനൻ വലിയ കേമത്തിൽ പറഞ്ഞു, കൃഷ്ണ പാർത്ഥനായിട്ട് കൃഷ്ണനോട്, ഭഗവാനെ അച്യുത, എൻ്റെ സേനയുടെ മധ്യത്തിൽ കൊണ്ട് എൻ്റെ തേര് നിർത്തു, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ ഭഗവാൻ ഉള്ളിൽ ഇങ്ങനെ ചിരിച്ചു. ഭഗവാൻ അറിയാം എല്ലാം, എന്താണ് നടക്കാൻ പോകുന്നതും ഭൂതവും ഭാവിയും വർത്തമാനം എല്ലാം അറിയുന്ന ഭഗവാൻ അല്ലേ. കൃഷ്ണൻ ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും വേണ്ട. അപ്പോ ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പാർത്ഥൻ പറയുന്ന പോലെ തന്നെ ചെയ്തു. കാരണം അദ്ദേഹമാണല്ലോ തേരാളി. അപ്പൊ പാർത്ഥന്റെ കൂട്ടുകാരനാണ് അല്ലേ, എന്താ എല്ലാമാണ്, ബന്ധുവാണ്, അപ്പോ സുഹൃത്താണ്, വഴികാട്ടിയാണ്, ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ നേരെ നിർത്തിയപ്പോ അപ്പോഴാണ് അർജുനന്റെ എല്ലാം തകർന്നു പോയത്. അപ്പോ അധ്യായത്തിൽ പറയാണ്, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അർജുനൻ പറയാണ് വീണ്ടും, കേശവ, പ്രതികൂലമായ ശകുനങ്ങളും ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വില്ല് വഴുതി പോണത് പോട്ടെ, എനിക്ക് ഒന്നിനും നിൽക്കാൻ, ഞാൻ ദുർബലനാണ്, ഒക്കെ ശരിയാണെങ്കിൽ കൂടി നമ്മൾ പറയുമല്ലോ നിമിത്ത ശാസ്ത്രം എന്ന് പറയുമല്ലോ. നമ്മൾ ഈ ജ്യോതിഷികളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവർ പറയും, ഇന്ന് ഞാൻ നോക്കണില്ല എന്ന് പറയും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു നിമിത്തം കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ തിരിച്ചു പോരും. അതുപോലെ തന്നെ നമ്മൾ പറയും, സൂര്യാസ്തമയത്തിന് ശേഷം നമുക്ക് ഇത് നോക്കണം, നല്ലതല്ല, കാലത്ത് പോയി നോക്കാം. അതുപോലെ തന്നെയാണ് യുദ്ധങ്ങളും അങ്ങനെ തന്നെയാണ്. സൂര്യാസ്തമയത്തിന് ശേഷം യുദ്ധം നിർത്തിവെക്കും. അപ്പോൾ ഇത് ശകുനത്തിലൊക്കെ അന്നേ വിശ്വാസമുള്ളവരാണ്. അപ്പോൾ ദേഹം ദുർബലമാകുന്നു, തളരുന്നു, ബന്ധുമിത്രാദികളെ കണ്ടപ്പോൾ ഗാന്ധീവം കയ്യിൽ നിന്ന് പോണു എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയിട്ട് പിന്നീട് അർജുനൻ പറയുന്നത് എന്താ അറിയോ? ഇതൊന്നും കൂടാതെ കേശവ, ഞാന് നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. എന്താണ്? ഈ ശകുനം ഉണ്ടല്ലോ കേശവ, അതും നന്നല്ല. ശകുനം, ദുശകുനാണ് ഞാൻ കാണുന്നത്. അപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. എന്താണ്? യുദ്ധത്തിൽ സ്വന്തം ജനങ്ങളെ കൊന്നാൽ ശ്രേയസ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കൃഷ്ണ. അപ്പൊ ഭഗവാൻ അവിടെ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞിട്ട് അർജുനന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞു, കൃഷ്ണ, എൻ്റെ കൈകാലുകൾ തളരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് വില്ല് പോകുന്നു, ബന്ധുമിത്രാദികളെ കാണുമ്പോൾ എനിക്ക് ഒന്നിനും മനോബലമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ആത്മധൈര്യം പോയി. അത് കൂടാതെ ഭഗവാൻ ഒന്നും കൂടി ഒന്ന് പ്രസീത് നമ്മൾ പറയില്ലേ, ഓരോരുത്തരെ നമ്മൾ നിർബന്ധിച്ച് പറയണ പോലെ പറയാണ്,
അത് മാത്രല്ല കേട്ടോ ഭഗവാനെ, നമ്മളെ നിമിത്തമുണ്ടല്ലോ, അതായത് പ്രതികൂലമായ ശകുനങ്ങളും ഞാൻ കാണുന്നു ഭഗവാനെ. അതുകൊണ്ട് ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ, സ്വജനങ്ങളെ കൊന്നാൽ, സ്വന്തം ബന്ധുക്കളെ കൊന്നാൽ ശ്രേയസ് ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല കൃഷ്ണ എന്ന് പറഞ്ഞു. കൃഷ്ണൻ മിണ്ടാതെ ഇരുന്നു. തേരും പിടിച്ച് കുതിരകളെ വെച്ച് ഭഗവാൻ ഇങ്ങനെ ഇരുന്നു. അപ്പൊ അടുത്തത് അർജുനൻ പറയണ, നകാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. പിന്നെന്താ പറയണ അർജുനൻ? ഹേ കൃഷ്ണ, ഞാൻ കാംക്ഷേ വിജയം, ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞ എന്താ? ഇല്ല. സംസ്കൃതത്തിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞ, നമ്മൾ ഹിന്ദിയിൽ നഹി എന്ന് പറയുന്ന പോലെ, അതുപോലെ നമ്മൾ കാംക്ഷേ, ഞാൻ ആഗ്രഹിക്കുന്നില്ല കൃഷ്ണ. എന്താഗ്രഹിക്കുന്നില്ല? വിജയം ആഗ്രഹിക്കുന്നില്ല. എന്നുവെച്ചാ രാജ്യം സുഖാനിച്ച, എന്താ പറയുന്നത്? ഭഗവാനെ, എനിക്ക് സുഖം വേണ്ട, രാജ്യം. കാരണം എന്താ? ദുര്യോധനാദികളും പാണ്ഡവപക്ഷവും തമ്മിലാണ് യുദ്ധം. അപ്പൊ ഈ യുദ്ധത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യം കിട്ടൂലോ. ഈ രാജ്യത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ഈ തർക്കം മുഴുവൻ ഉണ്ടായത്. അപ്പൊ എനിക്ക് രാജ്യവും വേണ്ട ഭഗവാനെ. എന്താണ് അർജുനൻ പറയാണ്? എനിക്ക് രാജ്യവും വേണ്ട ഭഗവാനെ, വിജയവും ഞാൻ ആഗ്രഹിക്കുന്നില്ല, സുഖങ്ങളും എനിക്ക് വേണ്ട. അതായത് രാജാവ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ അല്ലെ, രാജാതിരാജൻ ചക്രവർത്തിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജാവ്. അപ്പൊ രാജ്യം കിട്ടിയാൽ തന്നെ എല്ലാം കൂടെ പോന്നു. അപ്പൊ ഭഗവാനോട് അർജുനൻ പറയണ, ഭഗവാനെ, ഞാൻ വിജയമേ ആഗ്രഹിക്കുന്നില്ല. വിജയിച്ചാലല്ലേ രാജ്യവും പിന്നെ സുഖങ്ങളും ഒക്കെ വേണ്ടു. എനിക്ക് വിജയം വേണ്ട കൃഷ്ണ. എന്നുവെച്ചാ രാജ്യം സുഖാനിച്ച, എന്താ പറയുന്നത്? എനിക്ക് രാജ്യവും വേണ്ട, സുഖവും വേണ്ട എന്ന് പറയാൻ. കിം നോ രാജേന ഗോവിന്ദ, എന്താ പറയുന്നത്? ഹേ ഗോവിന്ദ, ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് എന്തു പ്രയോജനം? എന്താ പറയണത്? അതൊക്കെ ശരിയാണ് അല്ലെ. നമ്മളും എല്ലാത്തിനും മീതെ നമ്മൾ എന്താ പറയാ, എന്തൊക്കെ ദേഷ്യവും ശത്രുതയൊക്കെ ഉണ്ട്, നമ്മൾ ബന്ധുക്കൾ തന്നെയാണ് അല്ലെ. അല്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ പറയാം രക്തബന്ധം. അപ്പൊ രക്തബന്ധം എന്ന് പറയുന്ന, അപ്പൊ ഇവര് വലിയച്ഛൻ, ചെറിയച്ഛൻ, മക്കള്, അമ്മാമൻ, അമ്മായി, മക്കൾ അല്ലെ, നമ്മളൊക്കെ രക്തബന്ധങ്ങൾ പറയുമ്പോ അവരൊക്കെ നമ്മുടെ ബന്ധുക്കളാ. അവര് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സുഖമുള്ളത്? അപ്പോ തീർച്ചയായിട്ടും എതിർപക്ഷത്ത് നിൽക്കുന്നത് അർജുനന്റെ ആരാണ്? വല്യച്ഛന്റെ മക്കളാണ്. ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ 100 മക്കളും അവരുടെ പടയുമാണ് നിൽക്കുന്നത്. അപ്പൊ വല്യച്ഛന്റെ മക്കളും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ, ഗുരുജനങ്ങൾ മരിച്ചു, പിന്നെ രാജ്യം കിട്ടിയിട്ട് എന്താ കാര്യം? സുഖം ഉണ്ടാവോ? മനസ്സമാധാനമാണ് ഏറ്റവും വലിയ കാര്യം. അതെല്ലാവർക്കും നമുക്കറിയാവുന്ന കാര്യം അല്ലെ. നമ്മളിപ്പോ പറയും ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സംശയത്തിന് ഞാൻ ഈ ശ്ലോകത്തിൽ നിന്ന് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോവാണ്. എന്താ കാര്യം എന്ന് വെച്ചാല്, എൻ്റെ കൂടെ ഞാനിങ്ങനെ ട്രെയിനിൽ പോകണം, ഞാൻ ബാംഗ്ലൂർ പോകുന്ന സമയത്ത്, ട്രെയിനിൽ പോകുന്ന സമയത്ത് കൂടെ ഇരിക്കുന്ന ഒരു സ്ത്രീ അവരെന്നോട് ചോദിച്ചു ഇങ്ങനെ. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മകള് ചെറുപ്പം തൊട്ട് തന്നെ ഭഗവാനെ വിളിക്കുന്നതാണ്, കൃഷ്ണഭക്തയാണ്, പക്ഷെ അവൾക്ക് എന്നും ദുരിതമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ദുരിതം എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രാവശ്യം, അപ്പൊ ഓരോ ദുരിതങ്ങളും നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടത് തന്നെ, അതല്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ആ ദുരിതത്തിനൊരു കുറവ് വരും. ആ കുറവ് വരണമെങ്കിൽ നമ്മൾ നാമം ചൊല്ലല് മുടക്കരുത്. അപ്പോൾ ഏത് നാമമാണ്, ഇപ്പൊ കുറേ അധികം നാമങ്ങൾ, അതാ ബുക്കും ഈ ബുക്കും ഒന്നും ചൊല്ലി കുറേ അങ്ങനെയൊന്നും വേണ്ട. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യണം, നമ്മൾ ഭഗവാൻ ഭക്തി ഉറച്ച മനസ്സോടുകൂടി ഭക്തി നാമജപം മുടക്കാതെ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ ഒരു സാധന പോലെയാണ് അത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ആ നാമം ദിവസവും ചെല്ലുന്ന നാമം മുടക്കാറില്ല. ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ എന്നൊക്കെ ചിലപ്പോൾ എനിക്ക് ചീത്ത കേൾക്കാറുണ്ട്. കാരണം എന്താ അറിയോ, ഇന്നത്തെ ദിവസം തന്നെ ഇത് വേണോ, ഇന്നിപ്പോൾ തിരക്കുള്ള ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതൊന്നും ചെയ്യും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ ഈ ഒരു ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അരമണിക്കൂറുള്ള എൻ്റെ സാധന, അത് നമുക്ക് പറയാം, ഭഗവാനിൽ നിന്നുള്ള അത് ഞാൻ ചൊല്ലിയപ്പോഴാണ് എനിക്കൊരു മനോധൈര്യം കിട്ടിയത്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, 30 തിങ്കൾ 30 ചൊവ്വ 30 ബുധനൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മലയാള മാസം ആദ്യത്തെ വരുന്ന ആ ആഴ്ചയിൽ വരുന്നതാണ് അല്ല 30. അപ്പൊ ഇപ്പൊ ഇന്നലെ ആയിരുന്നല്ലോ, അപ്പൊ മിഞ്ഞാന്നായിരുന്നു കന്നിമാസം അല്ലെ. അപ്പൊ ഇപ്രാവശ്യം ഓണം വന്നിരിക്കുന്നത് ചിങ്ങവും കന്നിയും കൂടി കലർന്നിട്ടാണ്. അപ്പൊ കന്നിമാസത്തിലെ ആദ്യത്തെ ദിവസം, അപ്പൊ നമ്മൾ 30 തിങ്കൾ 30 ചൊവ്വ അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പൊ അപ്പൊ പ്രത്യേകിച്ചും എനിക്ക് ആ 30 ദിവസങ്ങളിൽ സാധാരണ ചൊല്ലുന്ന നാമങ്ങൾ കൂടാതെ 30 തിങ്കളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഭഗവാൻ ശിവസഹസ്രനാമം ഞാൻ ചൊല്ലും. സാധാ ചൊല്ലുന്ന നാമങ്ങൾ അത് അരമണിക്കൂറുണ്ട്,
അതുകൂടാതെ ചൊവ്വാഴ്ചയാണെങ്കിൽ ഞാൻ ഗണപതിയുടെ സ്തോത്രങ്ങൾ ചൊല്ലും, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം. ഇന്ന് ബുധനാണ്, അപ്പൊ ഞാൻ വിഷ്ണു നമ്മുടെ ഹനുമൽ സ്വാമിയുടെ സഹസ്രനാമ സ്തോത്രം ഞാൻ എടുത്തു വെച്ചു. പക്ഷെ എല്ലാ നാമവും ചൊല്ലിയതിനു ശേഷം എനിക്ക് ചൊല്ലാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഞാനത് ഇന്ന് ചൊല്ലും, ഇന്ന് ഞാൻ മുടക്കാതെ ചൊല്ലും. വ്യാഴാഴ്ച നാളെ 30 വ്യാഴം, നിങ്ങൾക്ക് പ്രത്യേകം അറിയാം, ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ വ്യാഴം ബൃഹസ്പതി ഗുരുവിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് വിഷ്ണു സഹസ്രനാമം നിസ്സംശയം ചൊല്ലാം. വെള്ളിയാഴ്ച നമുക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലാം, അല്ലെങ്കിൽ എന്താണ് ഭഗവതിയുടെ ഏതെങ്കിലും നമുക്ക് ചൊല്ലാം, എന്താ പറയുക സൗന്ദര്യലഹരി ചൊല്ലാം. ശനിയാഴ്ച നമുക്ക് അയ്യപ്പ സഹസ്രനാമം ചൊല്ലാം. ഞായറാഴ്ച സൂര്യനെ സംബന്ധിച്ച് സൂര്യഭഗവാന്റെ സ്തോത്രങ്ങൾ ചൊല്ലാം. അതാണ് എൻ്റെ ഒരു ചിട്ടാട്ടോ. 30 സാധാ ചൊല്ലുന്ന. അതെന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് വെച്ചാൽ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചൊല്ലുമ്പോൾ നമ്മൾ ഒന്നും ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യണം ഭഗവാൻ, അതല്ല. നമ്മൾ വേണ്ടത് എന്താ അറിയോ, നമുക്ക് ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും, നമുക്കതിനെ തരണം ചെയ്യാം അല്ലെ. ആ തരണം ചെയ്യാൻ ഭഗവാന്റെ ഒരു സാന്നിധ്യം തന്നെ വേണം. അപ്പോ നിങ്ങൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആൺകുട്ടികളൊക്കെയാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവരോട് ഈ ഹനുമാന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഹനുമാൻ ചാലീസ 40 നാമങ്ങളാണ് തുളസീദാസിന്റെ ഹനുമാൻ ചാലീസ. ഭയങ്കര എഫക്റ്റീവ് മന്ത്രമാണ് അത്. അപ്പൊ നിങ്ങൾ മക്കളെ കൊണ്ട് അത് ചൊല്ലി പ്രാക്ടീസ് ആക്കും. ആദ്യം അവരെ അത് എങ്ങനെയാ ചൊല്ലുക എന്നുള്ളത്, ഹനുമാൻ ചാലീസ ഹിന്ദിയിലാണ്, അത് ചൊല്ലി കേട്ടിട്ട് അത് പഠിക്കും. അത് നമുക്ക് മനസ്സിനൊരു ധൈര്യം കിട്ടും. അത് വളരെ എഫക്റ്റീവാണ്. അപ്പൊ അത് നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ ഉറക്കത്തിൽ എണീച്ച് നടക്കുക, വർത്തമാനം പറയുക, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഹനുമാൻ ചാലീസ ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ എൻ്റെ 2 ആൺമക്കളെ കൊണ്ട് ഞാൻ ധൈര്യമായി ഇന്നും ചൊല്ലിപ്പിക്കുന്നതാണ്. ഒരു ചൊല്ലാറുണ്ട് അവർക്ക് ഒരു മനസ്സിന്. അതായത് പെട്ടെന്ന് ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മുടെ അർജുനൻ വെള്ളിയും തട്ടി താഴെ നിന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഇപ്പോഴത്തെ എല്ലാ മക്കൾക്കും ഈ ജനറേഷനിൽ ഈ കലിയുഗത്തിൽ ഉണ്ടാവുന്ന കാര്യം. എന്താ കാര്യം അറിയോ, മക്കൾക്ക് വേണ്ടിയിട്ട് പാരൻസ് എല്ലാം ഇട്ടെറിയാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ അവർ കഷ്ടപ്പെടാൻ പാടില്ല, ഞങ്ങൾ ബുദ്ധിമുട്ട പോലെ. അപ്പൊ എന്താ, മക്കൾക്ക് എല്ലാ സുഖങ്ങളും കിട്ടുമ്പോൾ അവർക്ക് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള മനോബലം ഇല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇവര് നടന്നു പോകുമ്പോൾ ഈ 1ഉം 2ഉം കുട്ടികളാണ് കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ ഇവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് അവർക്കൊരു വെയിൽ കൊള്ളാൻ വയ്യ, ഒരു ബസ്സിൽ കയറിയോ ചാടി കയറി കഷ്ടപ്പെടാൻ വയ്യ. കാരണം കാറുണ്ട്, ബൈക്കുണ്ട്, അങ്ങനെയുള്ള എല്ലാം അറിഞ്ഞ് മക്കൾ വളരണം. അതുപോലെ തന്നെ എല്ലാവരുമായി ഇടപഴകി, അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ ഈ അർജുനന്റെ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ എല്ലാ മക്കളും എന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം. ഇപ്പൊ എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു നായ ഓടി വന്ന് കുരയ്ക്കുക. എൻ്റെ അനുഭവമായിട്ട് കുറെ കുട്ടികൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഓടി കരഞ്ഞ് വിറൽ. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ പണ്ടത്തെ കാലഘട്ടമൊക്കെ നമ്മൾ ഉടനെ ഒരു കല്ലെടുത്ത് അല്ലേ അപ്പൊ പേടിപ്പിക്കുമ്പോൾ നായ ഓടിപ്പോകും. അങ്ങനെയൊക്കെ ഈ സാഹചര്യം വന്നപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാല്, ഭഗവാന്റെ നാമത്തിനെ ഉറച്ച് ഭഗവാൻ സാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാല് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഭഗവാനാണ് കൂടെ ഇരിക്കുന്ന അർജുനൻ ഭഗവാനോട് പറയാണ്, കൃഷ്ണ എനിക്ക് രാജ്യം വേണ്ട കൃഷ്ണ, എനിക്ക് വിജയം വേണ്ട കൃഷ്ണ, എനിക്ക് സുഖവും വേണ്ട കൃഷ്ണ. ഭോഗൈർ ജീവിതേന, സുഖഭോഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം ഭഗവാനെ, സുഖഭോഗങ്ങളെ കൊണ്ടോ ജീവിതം കൊണ്ടോ എന്ത് കാര്യം, എല്ലാം ഉണ്ടായാലും എന്താണ്, വേണ്ടപ്പെട്ടവര് മരിച്ചുപോയില്ലേ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ എനിക്കൊന്നും വേണ്ട കൃഷ്ണ, അതൊന്നും പോടാ. അപ്പോഴും ഭഗവാൻ എന്താ അറിയോ, മിണ്ടാതെ എങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോ അർജുനൻ വീണ്ടും പറയാണ്, യേശമർത്തേ കാംക്ഷിതം ന്യോ രാജ്യം ഭോഗ സുഖാനി ച ത ഇമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം സ്ത്യസ്ത്വാധനാനി ച. എന്താ പറയണേ, ആർക്ക് വേണ്ടിയാണ് കൃഷ്ണ ഈ രാജ്യ സുഖഭോഗങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ചത്? എന്താണ് ആചാര്യന്മാര് കൂടെ വേണ്ടേ? അപ്പോഴല്ലേ രാജ്യത്ത് പ്രധാനമായ ആചാര്യനോട് ഒരു ഉപദേശം ചോദിച്ചു, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി പുങ്കവൻ അല്ലെ. അപ്പൊ ഈ ഭീഷ്മ പിതാമഹൻ പ്രപിതാമഹനാണ് ഇവരുടെ മുതുമുത്തച്ഛൻ എന്നൊക്കെ പറയാം. ഭീഷ്മരും ഇല്ല, ദ്രോണരും ഇല്ല, ഇവരെയൊക്കെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് പിന്നെ ഇവര് ആചാര്യന്മാരില്ലാണ്ട് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് കൃഷ്ണ ഞാൻ ഈ രാജ്യസുഖഭോഗങ്ങൾ, ഞങ്ങൾ ഈ ആചാര്യന്മാരും ഇല്ല, പിതാക്കന്മാരും പുത്രന്മാരും എല്ലാവരും മരിച്ചുപോയി കഴിഞ്ഞാൽ അതാണ് പറയുന്നത്, യശമർത്തേ കാംക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനി ച ത ഇമേ അവസ്ഥിതോ യുദ്ധേ. ഈ അവസ്ഥയിലാണെങ്കിൽ ഇവരൊക്കെ മരിച്ചു പോയിട്ട്, കാരണം ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരൊക്കെ ശത്രുപക്ഷത്താണ്. അപ്പൊ അവരൊക്കെ എന്തായാലും അർജുനനും അല്ലെ പാണ്ഡവ സേനയ്ക്ക് കൊല്ലേണ്ടി വരും.
ഇവരൊക്കെ മരിച്ചു പോയിട്ട് പിന്നെ എന്താ കാര്യം ഭഗവാനേന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന നേരത്തെ നമുക്ക് ദുര്യോധനനായിരുന്നു, ഭീഷ്മരുടെ അടുത്തും ദുര്യോധനന്റെ അടുത്തും അല്ല സോറി ക്ഷമിക്കണം, ദ്രോണാചാര്യരുടെ അടുത്തൊക്കെ പോയിട്ട് പറഞ്ഞിരുന്നു അല്ലെ. അതേ അവസ്ഥ ഇപ്പൊ നമ്മുടെ അർജുനൻ ഉണ്ടായിരിക്കുക. അർജുനൻ പിന്നെ ആരോടും പറയാല്ല, ഭഗവാൻ പേരാളിയായ ഭഗവാനോട് മാത്രം അങ്ങനെ പുലമ്പ എന്ന് പറയില്ലേ, പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ആചാര്യന്മാരൊന്നും ഇല്ലാതെ നമുക്ക് എന്താ ആചാര്യ പിതര പുത്രാഹ തദൈവ ച പിതാമഹ മാതുലാ ശശുരാ പൗത്രാ സ്യാല സമ്പന്തിനസ്തദാ. എന്താ പറയുന്നത്? അതുപോലെ തന്നെ ഭഗവാനെ പിതാമഹന്മാരും അതുപോലെ അമ്മാവന്മാരും, മാതുലൻ അതിലാണ് പറയുന്നത് അല്ലെ, മാതുലൻ ശ്വശുരൻ. എന്താണ് ശ്വശുരന്മാര് പറഞ്ഞ നമ്മുടെ പെങ്ങന്മാരെ അളിയന്മാരെന്നൊക്കെ പറയില്ലേ, അവര് പോയിട്ട് എന്താ കാര്യം. അതുപോലെ പേരക്കുട്ടികൾ പൗത്രന്മാര്, അതായത് ദുര്യോധനാദികളുടെ മക്കളുടെ കുട്ടികളും ഇവർക്ക് പേരക്കുട്ടികൾ തന്നെയാണ് അല്ലെ. അപ്പൊ സ്വന്തം പേരക്കുട്ടികളല്ലാതെ നമ്മുടെ ബന്ധുക്കളുടെ കുട്ടികളെല്ലാം നമുക്ക് പേരക്കുട്ടികൾ തന്നെയാണ്. അപ്പൊ അവരൊന്നും ഇല്ലാതെ സ്യാലന്മാര്, അതുപോലെ തന്നെയാണ് അളിയൻ, സ്യാലൻ പറഞ്ഞ അളിയൻ, ബന്ധുജനങ്ങളുമെല്ലാം സംബന്ധികള്, സമ്പന്തിനസ് അതാണ് പറഞ്ഞത്. ആചാര്യ പിതര പുത്ര, ആചാര്യന്മാര് പിതാക്കന്മാര് അല്ലെ, പിതാക്കന്മാര് അതുപോലെ തന്നെ പുത്രന്മാര്, തദൈവച്ച പിതാമഹ, പിന്നെന്താണ് പിതാമഹര്, അതുപോലെ തന്നെ മാതുല, മാതുല പറഞ്ഞെന്താ അമ്മാമൻ, സ്വസുരന്മാര്, പേരക്കുട്ടികള്, അളിയന്മാര്. സ്യാലൻ പറഞ്ഞ അളിയനാണ്, സ്യാല സംബന്ധിനസ്തിത, പിന്നെ എല്ലാ സംബന്ധികളും, സംബന്ധികൾ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ബന്ധുജനങ്ങളെയും വെടിഞ്ഞിട്ട് ഇതാ സ്വത്തും ജീവനും വെടിഞ്ഞ് യുദ്ധക്കളത്തിൽ ഞാൻ എന്താ വന്ന് നിൽക്കുന്നു ഭഗവാനെ എന്ന് അർജുനൻ പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ ഇതെല്ലാം കേട്ടിട്ട് ഈ തേര് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. വെള്ളക്കുതിരകളെ പൊട്ടിയ തേരില് ഭഗവാൻ ഒന്നും മറുപടി പറയണില്ല കേട്ടോ. ഭഗവാൻ ഇനി ഇവന്റെ എല്ലാ വിഷമങ്ങളും അങ്ങനെ നമ്മൾ പറയില്ലേ, മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വിഷമത്തിനെ നമ്മൾ ഒന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോട് പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ നമ്മൾ കരഞ്ഞ് തീർക്കണം എന്നൊക്കെ പറയും. ചിലവർ അതൊന്നും ചെയ്യില്ല. ചിലരെന്താ അറിയോ, മനസ്സിൽ അങ്ങോട്ട് അടക്കി പിടിക്കും. അപ്പൊ എന്താ ഉണ്ടാവുക, അടക്കി പിടിച്ച് മറ്റുള്ളവർ അറിയരുത് എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക, മറ്റുള്ള ഭാഗത്തേക്ക് അദേഷ്യ പ്രകടനങ്ങൾ അങ്ങോട്ട് പോകും. നേരെ മറിച്ച് നമ്മള് ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്ക് വേണ്ടപ്പെട്ട നല്ലൊരു സുഹൃത്ത് ഉണ്ടാവണം എന്ന് നമ്മൾ പറയൂലേ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ അച്ഛൻ അവരോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ അവരോട് പറയണം. അപ്പൊ അത് നമുക്കൊരു വിഷമം തീർക്കും. നല്ലൊരു നമുക്കതിനൊരു പോംവഴി പറഞ്ഞു തരാൻ പറ്റിയൊരു സുഹൃത്ത് എന്നൊക്കെ പറയില്ലേ, നമ്മൾ പറയും മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് പറയും. അതെന്താ കാരണം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മനസ്സിലൊരു വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് അത് പ്രതിഫലിക്കും. അത് കാണിക്കാതെ നടക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അതെന്താ അറിയോ, അവര് മനസ്സിൽ അടക്കി പിടിക്കുക. അടക്കി പിടിച്ചിട്ട് എന്താ കാര്യം, അടക്കി പിടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്, അപ്പൊ പറയാണ് കൃഷ്ണ 35-ാമത്തെ ശ്ലോകത്തില് അർജുനൻ പറയാണ്, ഏതാന്നഹന്തുമിച്ഛാമി ജ്ഞതോപി മധുസൂദന അഭിത്രൈലോക്യ രാജ്യസ്യ ഹേതോ കിം नु മഹീകൃതേ. ഹേ കൃഷ്ണ, ഗുരുവായൂരപ്പ നാരായണ, ഞാൻ ഇവരാൽ ഹനിക്കപ്പെടുകയാണെങ്കിൽ, അതായത് ദ്രോണാചാര്യരാലും ഭീഷ്മ പിതാമഹന്മാരാലും ദൗര്യോധനാദികളാലും ഞാൻ ഹനിക്കപ്പെടുകയാണെങ്കിൽ പോലും ത്രൈലോകാധിപത്യം കിട്ടുമെന്ന് വന്നാൽ പോലും, ഇപ്പൊ എനിക്കിപ്പോ ഇവരെയൊക്കെ കൊന്നിട്ട് ഇപ്പൊ ത്രൈലോക്യങ്ങൾ മുഴുവൻ, ത്രൈലോക്യം പറഞ്ഞ ത്രിലോകം, 3 പാതാളം, ഭൂമി, പിന്നെ സ്വർഗം, ഇത് 3ഉം എനിക്ക് കിട്ടിയാൽ പോലും ഇവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാണ്. ഏതാന്ന ഹന്തുമിച്ഛാമി ജ്ഞതോപി മധുസൂദന, എന്ത് കിട്ടുകയാണെങ്കിലും എനിക്ക് വയ്യ മധുസൂദന. ത്രൈലോക്യ രാജ്യസ്വ, ലോകം സ്വർഗവും പാതാളവും നരകവും എല്ലാം എനിക്ക് വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. ഏതോ നക്കിന്നു മഹീകൃതേ, എന്തിനു വേണ്ടി പിന്നെയാണോ, ഈ മണ്ണിനു വേണ്ടി, ഈ ഭൂമിക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യണം ഭഗവാനെ, എനിക്കൊന്നും വേണ്ട. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവണത്, ധർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലൊരു ധർമ്മം ഉണ്ടെങ്കിൽ അല്ലെ, നല്ല ഒരു ധർമ്മജ്ഞനാണ് നമ്മളെങ്കിൽ ധർമ്മം വെടിഞ്ഞ് നമ്മൾ ഒന്നും ചെയ്യില്ല. ഈ ഭക്തി മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ പണ്ട് പറയാറുണ്ട്, ഒരു ജ്ഞാനവും എനിക്കില്ല എന്ന് പറഞ്ഞാൽ വേണ്ട,
ഭക്തി ആദ്യം കൊണ്ടുവരൂ. അത് കപടഭക്തി ഒന്നും ആവരുത്. ഗുരുവായൂരപ്പനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തായിരിക്കണം ഭഗവാൻ. ആ ഒരു ഭക്തി അല്ലെങ്കിൽ ഈ ഓം മന്ത്രം നമ്മൾ 21 തവണ ഓം മന്ത്രം കാലത്ത് ചൊല്ലാം. നമ്മൾ ഭഗവത്ഗീത ക്ലാസ്സിൽ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ 21 തവണ ഓം മന്ത്രം നട്ടല് നിവർത്തിയിരുന്ന് നമ്മൾ ഇരുന്ന് ചൊല്ലുമ്പോൾ ആ നമ്മുടെ കുണ്ടലീന ശക്തി എന്ന് പറയും. നമ്മുടെ സഹസ്രാര പത്മത്തിലേക്ക് വരുന്ന കുണ്ടലീന ശക്തി എന്ന് പറയുന്നത് അവിടെ ഒരു പാമ്പ് വളഞ്ഞു കിടക്കണ പോലെ കിടക്കുന്ന ആ കുണ്ടലീന ശക്തി ഉയർന്ന് നമുക്ക് ആ ഓം മന്ത്രത്തിലൂടെ പറ്റുമെന്ന് പറയാം. അപ്പൊ ഓരോ മന്ത്രത്തിനും ഓരോ ശക്തി ഉണ്ട്, പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് അപ്പൊ അർജുനാദികൾക്കൊക്കെ എന്താണ് പാണ്ഡവ പക്ഷത്ത് എന്നും ന്യായമുണ്ട്, അവർക്ക് ധർമ്മമുണ്ട്. ആ ധർമ്മം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അർജുനൻ പറയുന്നത് എനിക്ക് ഒന്നും വേണ്ട. കാരണം എന്താ അറിയോ, ഹിംസ ചെയ്തിട്ടും നമ്മുടെ ബന്ധുക്കളെ കൊണ്ടിരിക്കും ഒന്നും വേണ്ട. അതുകൊണ്ട് ഭഗവാനെ ഞാൻ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. പിന്നെയാണോ കൃഷ്ണ ഞാൻ ഈ മണ്ണിനു വേണ്ടി അതായത് ഭൂമി, ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമിക്ക് വേണ്ടിയിട്ടാണല്ലോ എല്ലാ യുദ്ധങ്ങളും. പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്താണ് ഒരു ചെറിയ ഭൂമി, അതായത് മിറ്റം അടിച്ചു കൂട്ടി മണ്ണിനെ അങ്ങോട്ട് ആക്കി വെക്കുക ചില ആൾക്കാർ ചെയ്യണത്. അത്രയും അവർക്ക് എന്തിനാണ് അങ്ങനെയൊക്കെ കിട്ടിയിട്ട് കാര്യം? ഇന്ന് ജീവിച്ച, അതായത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ലിവ് ദിസ് മൊമെന്റ് എന്നാ പറയാ. ഈ നിമിഷം നമുക്ക് ആസ്വദിക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് അടുത്തൊരു നിമിഷം നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ? കഴിഞ്ഞു പോയ കാര്യം നമുക്കിനി വീണ്ടും തിരിച്ചു കിട്ടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ലിവ് ദിസ് മൊമെന്റ് പോലെ നമ്മൾ ആ പ്രസൻസിൽ ഭഗവാന്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം. അപ്പൊ കഴിഞ്ഞ തവണ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മള് എന്താണ് ഒരു അമ്മ എന്നോട് ചോദിച്ചത്, ഞാൻ പറഞ്ഞല്ലോ അനായാസേന മരണം വിനാദൈന. അതിലൊരു കഥ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തി, പക്ഷെ അത് പറഞ്ഞിട്ടില്ല. അത് ഓർമ്മ വെച്ച് ഞാൻ ഇരിക്കുകയാണ്. അത് ഒരമ്മ വളരെ നല്ല കുലീന സ്ത്രീയായ ഒരമ്മ, അവരുടെ മക്കളൊക്കെ വിദേശത്താണ്. അപ്പൊ ആ മക്കൾക്കും അമ്മയെ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ നമ്മൾ പറയൂലോ, കുട്ടികൾ അവരുടെ ലൈഫ് പോകുമ്പോൾ നമ്മളെ നോക്കിയില്ല പിടിച്ചില്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ അവരോട് പരിതപിച്ചിട്ട് കാര്യമില്ല. അവർ നന്നായി ഇരുന്നാൽ നമുക്ക് സന്തോഷമാണ്. അപ്പൊ അങ്ങനെ മക്കളിടയ്ക്ക് അമ്മയെ വിദേശത്തേക്ക് കൊണ്ടുപോകും. അമ്മ പക്ഷെ സ്വന്തം വീട് വിട്ടിട്ട് അങ്ങനെ പോവില്ല, ഇടയ്ക്ക് പോയി കണ്ടിട്ട് വരും. അങ്ങനെ ഒരു അമ്മയായിരുന്നു, നല്ല അമ്മയായിരുന്നു, നല്ല ഐശ്വര്യമുള്ള അമ്മയായിരുന്നു, നല്ല ഭക്തയുള്ള അമ്മയായിരുന്നു. അപ്പൊ അമ്മ എന്നും ഈ നാമം ചൊല്ലാറുണ്ട്. കാരണം എന്താ അറിയോ, മക്കളൊക്കെ പുറത്താണ്, വിദേശത്താണ്. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതവന. അങ്ങനെ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് അമ്മ ഹാർട്ട് അറ്റാക്കോ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു. അമ്മ 80 വയസ്സ് 85, അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഒരാൾക്കും ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ. അപ്പൊ ആ ഒരു കഥ അവരെന്നോട് പറഞ്ഞിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മയുടെ കഥയാണ്. അപ്പോഴാണ് ആ ഫ്രണ്ട് കഥ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് പറഞ്ഞത്. അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര വിശ്വാസം. അതുകൊണ്ട് ഞാനിത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ അന്നലെ കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ ഒരു ഉണ്ടായ സംഭവ കഥയാണ്. ആ അമ്മ ഇതെന്നും ചൊല്ലാറുണ്ട്. അത്ര എന്താ നാമം ഒന്നും കൂടി പറഞ്ഞോളൂ. അനായാസേന മരണം വിനാ ദൈനേന ജീവനം ദേഹിമത് കൃപയാ ശംഭോ തൊയി ഭക്തി മചഞ്ചല. അപ്പൊ ഇന്നത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ഈ ഗീതാമൃതം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.